മലയോര കർഷകന്റെ ഹൃദയസ്പന്ദനം തൊട്ടറിഞ്ഞുകൊണ്ടാണ് ഗാന്ധി കുടുംബത്തിലെ 3 അംഗങ്ങൾ ഇപ്പോൾ വയനാട്ടിൽ എത്തിയിരിക്കുന്നത്. സോണിയാഗാന്ധി, മക്കളായ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് വയനാട്ടിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അവർക്ക് സ്വാന്തനമേകാനും എത്തിയിരിക്കുന്നത്. മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ വയനാടിന്റെ ഹൃദയമാകെ തകർന്ന് വിറങ്ങലിച്ചു നിന്നപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രി പോലും എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായപ്പോൾ അവിടെ ആദ്യം ഓടിയെത്തി വയനാട്ടുകാർക്ക് സ്വാതന്ത്ര്യത്തിന്റെ സ്നേഹസ്പർശം നൽകിയത് രാഹുൽ ഗാന്ധിയായിരുന്നു. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒരുമിച്ച് വയനാട്ടിലേക്ക് എത്തുമ്പോൾ ലക്ഷ്യം മറ്റൊന്നുമല്ല, വയനാട്ടിലെ കർഷകരുടെ എല്ലാ പ്രയാസങ്ങളെ കുറിച്ച് ഒരുമിച്ച് പഠിക്കണം. വയനാട്ടിലെ കർഷകർ വലിയ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലൂടെയുമാണ് കടന്നു പോകുന്നത്. വന്യമൃഗശല്യം വലിയ പ്രശ്നമായി വയനാട്ടിൽ മാറിയിരിക്കുന്നു. കാട്ടാനയുടെയും പുലിയുടെയും അക്രമത്തിൽ ജീവൻ നഷ്ടപ്പെട്ട നിരവധിയായ ആളുകൾ വയനാട്ടിലുണ്ട്. കാർഷിക വിളകൾ പാടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാർഷിക വിളകൾക്ക് വില ലഭിക്കാത്തത് കാരണം വയനാട്ടിലെ കർഷകന്റെ ജീവിതം നിത്യേന അതിന്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. ഇതെല്ലാം ലോക്സഭയിൽ ഉന്നയിച്ചത് രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയുമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷം നൽകി രാഹുൽ ഗാന്ധിയെ ലോക്സഭയിലേക്ക് അയച്ച മണ്ഡലമാണ് വയനാട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധിയെ ലോക്സഭയിലേക്ക് അയക്കാൻ വയനാടിന് കഴിഞ്ഞു. വയനാട്ടിൽ നിന്നും റായ്ബറേലിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടതോടെ വയനാട് മണ്ഡലത്തിൽ നിന്ന് രാജിവെച്ച് അവിടെ സഹോദരി പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിച്ചു. പ്രിയങ്ക ഗാന്ധിക്കും വലിയ ഭൂരിപക്ഷമാണ് വയനാട് നൽകിയത്. എന്നും കോൺഗ്രസിനെ വാരിപ്പുണരുന്ന ഒരു മണ്ഡലമാണ് വയനാട്. ആ വയനാട് മണ്ഡലത്തെ അങ്ങനെ ഒഴിവാക്കി മാറി നിൽക്കാൻ നെഹ്റു കുടുംബത്തിന് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് MP പ്രിയങ്ക ഗാന്ധിയെ കൂടാതെ മുൻ MP രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയും വയനാട്ടിലേക്ക് എത്തിയത്. വയനാട്ടിന്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണം. അതോടൊപ്പം തന്നെ വയനാടിന് വേണ്ടി കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കണം. പ്രിയങ്ക ഗാന്ധി ഒരു കൊച്ചു കുട്ടിയെ പോലെയാണ് വയനാട്ടുകാർക്ക് ഇപ്പോഴും. പ്രിയങ്ക ഗാന്ധി അംഗൻവാടികളിലടക്കം പോയി അവിടെയുള്ള കുട്ടികളെ കണ്ട് അവർക്ക് സമ്മാനങ്ങൾ നൽകി മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ച് ഒരു ജനപ്രതിനിധി എന്ന അല്ലെങ്കിൽ ഒരു ജനങ്ങൾക്ക് ഇതൊരു ജനപ്രതിനിധിയാണോ എന്ന തരത്തിലുള്ള അതിശയമാണ് പ്രിയങ്കയുടെ സാന്നിധ്യം വയനാട്ടിൽ നൽകുന്നത്. അത്രത്തോളം താഴേക്കിടയിലേക്ക് ജനങ്ങൾക്ക് ഇറങ്ങിച്ചെന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രവർത്തനം. സോണിയാഗാന്ധി അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി കൂടി മണ്ഡലത്തിലെത്തുമ്പോൾ വോട്ടർമാരുടെ ആവേശം ഇരട്ടിയാവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം ഇത് കേരളത്തിൽ കോൺഗ്രസിന് വലിയ മുതൽക്കൂട്ടാകുമോ എന്നൊരു ആശങ്ക രാഷ്ട്രീയ എതിരാളികൾക്കുണ്ട്. വയനാട്ടിൽ ആകമാനം രാഹുലും പ്രിയങ്കയും സോണിയാഗാന്ധിയും ഒരു വലിയ തരംഗമാണ് സൃഷ്ടിക്കുന്നത്. കുടിയേറ്റ കർഷകന്റെയും മലയോര കർഷകന്റെയും ഹൃദയസ്പന്ദനം ഒന്നാകെ തൊട്ടറിഞ്ഞുകൊണ്ടാണ് മണ്ഡലത്തിൽ മൂവരും പര്യടനം പൂർത്തിയാക്കുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ, സാധാരണക്കാരന്റെ കണ്ണീരൊപ്പാൻ, അവന്റെ പ്രയാസങ്ങളിൽ, അവന്റെ പ്രശ്നങ്ങളിൽ, അവന്റെ സന്തോഷങ്ങളിൽ, അവന്റെ സങ്കടങ്ങളിൽ തങ്ങൾ ഉണ്ടാകുമെന്ന സന്ദേശമാണ് നെഹ്റു കുടുംബം വോട്ടർമാർക്ക് നൽകുന്നത്. നെഹ്റു കുടുംബം ഒരു വലിയ തരംഗം രാജ്യത്ത് സൃഷ്ടിക്കുമ്പോൾ അതിന്റെ തുടക്കം കുറിച്ച മണ്ഡലം വയനാടാണ് എന്ന് അഭിമാനത്തോടുകൂടി വയനാട്ടിലെ ഓരോ വോട്ടർക്കും പറയാൻ കഴിയും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കക്ഷി രാഷ്ട്രീയം മറന്ന് കോൺഗ്രസുകാർ മാത്രമല്ല, UDF-കാർ മാത്രമല്ല, CPM-കാരനും CPI-കാരനും BJP-കാരനും രാഷ്ട്രീയമില്ലാത്തവനടക്കം രാഹുലിന്റെയും പ്രിയങ്കയെയും ചേർത്ത് പിടിച്ചത് നമ്മൾ കണ്ടതാണ്. കാരണം നെഹ്റു കുടുംബത്തോടുള്ള ഒരു ഇന്ത്യയുടെ വൈകാരികമായ ബന്ധം അത്രത്തോളം വലുതാണ്. ഈ രാജ്യത്തിന്റെ ഐക്യം സംരക്ഷിക്കാൻ ശ്രീപെരുമ്പത്തൂരിന്റെ ആകാശത്തിന് താഴെ 1000 അസ്ഥികഷ്ണങ്ങളും 10,000 മാംസത്തുണ്ടങ്ങളുമായി ചിതറിത്തെറിച്ച രാജീവ് ഗാന്ധിയുടെ പുത്രി, അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ, അതാണ് പ്രിയങ്ക ഗാന്ധി അവർക്ക്, അതാണ് രാഹുൽ ഗാന്ധി അവർക്ക്. രാജീവ് ഗാന്ധിയുടെ വിധവയാണ് സോണിയാഗാന്ധി. ഇത്തരത്തിൽ ഏറ്റവും വൈകാരികമായ ബന്ധമുള്ള നെഹ്റു കുടുംബത്തിലെ 3 അംഗങ്ങൾ വയനാട്ടിലേക്ക് എത്തുമ്പോൾ വയനാട്ടുകാർ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് നെഞ്ചകം അവരെ ചേർത്ത് പിടിച്ചതിൽ അത്ഭുതപ്പെടാൻ ഒന്നും തന്നെയില്ല.